എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ഇത് കുളത്തൂപ്പുഴയിൽ നിന്നും കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തോട്ട് കിടക്കുന്ന റോഡ് നേരെ അമ്പതേക്കലാണ് വന്നെത്തുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുന്നിടത്ത് ഒരു പാലമുണ്ട്, കുഞ്ഞുമാനത്തോട് പാലം. ആ പാലത്തിൻ്റെ സൈഡിലൂടെയാണ് ആനസഞ്ചാരം എപ്പോഴും ഉള്ളത്. ആനയുടെ പാത എന്ന് വേണേൽ പറയാം. അപ്പോൾ അവരുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റുകാർ അവരുടെ വഴി അടച്ചുകൊണ്ട് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ആ ഫെൻസിങ്ങാണ് ഇതായി കാണുന്നത്. ലക്ഷങ്ങൾ മുടക്കി ചെയ്തേക്കുന്ന, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കി ചെയ്തേക്കുന്ന ഒരു ഫെൻസിങ്ങാണിത്. ഇതിൻ്റെ പവർ സാധാരണ ഫെൻസിങ്ങിൻ്റെ പവറല്ല, ഇതിനകത്ത് പവർ കൂടുതലുമാണ്. അപ്പോൾ അത്രയും കാര്യമായിട്ടാണ് അവർ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റുകാർ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ നല്ല ആൾക്കാരുണ്ട്. ആ നല്ല ആൾക്കാരുടെ ഇടയ്ക്ക് തന്നെ കുറച്ച് ശുനക സന്താനങ്ങളുമുണ്ട്. അവരുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകൾ അതുകൊണ്ട് കെട്ടിത്തൂക്കാനാണ് ഫോറസ്റ്റുകാർ ഈ ഫെൻസിങ് ചെയ്തത് എന്ന ഒരു ധാരണയിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയിട്ടേക്കുന്നതാണ് ഇത്. ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്നവർക്ക് കമൻറ്റ് ചെയ്യാം, എങ്ങനെ വേണേലും. ഇത് കൊച്ചു കുട്ടികൾ വരെ സ്കൂളിലേക്ക് പോകുന്ന ഒരു പാതയാണ്. രാത്രികാലങ്ങളിൽ ആനശല്യം ഒത്തിരി ഉള്ളതാണ്. വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ, പന്നി, അങ്ങനെയുള്ള ഒത്തിരി മൃഗങ്ങളുടെ ശല്യങ്ങളുള്ള പ്രദേശമായതുകൊണ്ട് നിരന്തരമായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികളും ഒക്കെ നിരന്തരമായിട്ട് ഫോറസ്റ്റുകാരും അതായത് പഞ്ചായത്തിലുമൊക്കെ നിരന്തരം പരാതികൾ, MLAക്കൊക്കെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത ഫെൻസിങ്ങാണിത്. ആ ഫെൻസിങ്ങിനകത്താണ് ഈ സന്താനങ്ങൾ ഇതിങ്ങനെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത്. ഒത്തിരി ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഒത്തിരി കുട്ടികൾ ഉള്ള മേഖല, അവരൊക്കെ പോകുന്ന ഒരു പാതയാണിത്. ഈ പാതയുടെ ഇരു സൈഡുകളിലുമായിട്ടാണ് ഈ വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇപ്പം ഞാൻ വരുമ്പോൾ തന്നെ ഇവിടെ കുറേ പട്ടികളുണ്ടായിരുന്നു. ഇതിങ്ങനെ കടിച്ച് വലിച്ച് ഈ സൈഡിൽ കിടക്കുന്നത് പിന്നെ ഇതിനെ കടിച്ച് വലിച്ച് റോഡിലേക്ക് ആക്കിയിടുക, ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ 1-2 ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഇതാരാണ് കൊണ്ടിടുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റുമായിരുന്നു. അത് ഒത്തിരി പ്രാവശ്യം ഫോറസ്റ്റിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അതിനൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ വീഡിയോ കാണുന്നവർ കഴിവിൻ്റെ പരമാവധി ഇത് ഷെയർ ചെയ്യുക, അധികാരികളുടെ മുന്നിൽ ഇത് എത്താൻ വേണ്ടി ശ്രമിക്കുക, എത്തിക്കണം. എങ്കിൽ മാത്രമേ ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ തടയിടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ കാണാം, പിന്നെ അവിടെ ഒരു മുള ഇപ്പോൾ ഉണ്ട്. ആ മുളയ്ക്കകത്താണ് ഇത് മൊത്തം എറിഞ്ഞ് പിടിപ്പിച്ചേക്കുന്നത്. ഇത് പകൽ സമയങ്ങളിലല്ല ഇത് ചെയ്യുന്നത്, രാത്രി കാലങ്ങളിലാണ് ഇത് കൂടുതലും ഇവിടുത്തെ ഈ ശുനക സന്താനങ്ങൾ വാരി വിതറുന്നത്. വീടുകളിലുള്ള വേസ്റ്റുകൾ മൊത്തവും കാട്ടിനകത്താണ് കിടക്കുന്നത്. ഇതാ നോക്ക്, സ്നഗ്ഗി വരെയുണ്ട്. ഇത് ഫോറസ്റ്റുകാർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉൽപ്പാദനമില്ല, ഈ കുപ്പികളുടെയും ഇതിനുള്ള വേസ്റ്റിൻ്റെ ഒന്നും ഉൽപ്പാദനമില്ല. അവർക്ക് ഈ വനം സംരക്ഷിക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്. പക്ഷേ ഇതിപ്പോൾ കാട്ടിനകത്ത് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിന് ഒരു തടയിടാൻ വേണ്ടിയിട്ട് ഇത് അധികാരികളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കുക. മാക്സിമം എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.